ഹായ് ഫ്രണ്ട്സ്, അബീസുകളുടെ പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ചാൽ ട്രെയിൻ ടിക്കറ്റ് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ആണ്. കാര്യം നിങ്ങൾക്കറിയാം, വന്ന കാലം പോലെ എനിക്ക് ഇവിടെ കാറോ ബൈക്കോ ഒന്നുമില്ല. ഞാൻ വന്ന കാലം പോലെ എവിടെ പോയാലും ആശ്രയിക്കുന്ന ഒരു സംഭവമാണ് ട്രെയിൻ. അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും മിക്കപ്പോഴും എന്റെ ഓഫീസിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ടിക്കറ്റ് എടുക്കാൻ നേരത്തെ എന്നെ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ തവണ ടിക്കറ്റ് എടുത്തപ്പോ എനിക്ക് ടിക്കറ്റ് എടുത്തതിന്റെ ഒപ്പം കുറച്ച് ഓഫറുകൾ കിട്ടി. അത് ശരിക്കും എന്റെ ഫ്രണ്ടിന്റെ ടിക്കറ്റ് എടുത്തതാണ് ഞാൻ, പക്ഷെ ഓഫർ കിട്ടിയത് തന്നെയാണ്. കാര്യം എന്റെ അക്കൗണ്ടിൽ നിന്നാണല്ലോ ഈ കാശ് പോകണം, അപ്പൊ എനിക്കാണ് ഓഫർ വന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാര്യം നമ്മൾ ഒരു തവണ ഒരു കാര്യത്തിന് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ പിന്നെ എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ഈ തവണ ടിക്കറ്റ് എടുക്കാൻ എന്റെ ഒരു ഫ്രണ്ടിനെ ജസ്റ്റ് ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്ത് ഒരേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അബീസ ഇതിന്റെ ഒരു വീഡിയോ ചെയ്യുക. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണം. ഈ വീഡിയോ ത്രൂ ഔട്ട് കണ്ടോ, ഇതിന്റെ അവസാനം സ്ക്രീൻ റെക്കോർഡിംഗ് ഉൾപ്പെടെ ഞാൻ ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്ന ഒരു വീഡിയോ. എന്റെ വൈഫിന് ജോബ് കിട്ടിപ്പോയത് വാറിംഗ്ടണിലാണ്. അപ്പൊ എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച ഞാൻ ഷെഫീൽഡ് ടു വാറിംഗ്ടൺ പോകണം. അപ്പൊ ഞാൻ ടിക്കറ്റ് എടുക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രെയിൻ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് കാശ് ശരിക്കും സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒത്തിരി ടെക്നിക്കുണ്ട് ഇവിടെ എടുക്കുമ്പോൾ. അതായത് നമുക്ക് ഓപ്പൺ ടിക്കറ്റ് എടുക്കാം, പിന്നെ നമുക്ക് ഇത്ര മണിക്കൂർ ഡിലേ ആണെങ്കിൽ ഫുൾ റീഫണ്ടിന് കിട്ടാനുള്ള വകുപ്പുണ്ട്. എന്താ ഡിലേ ആവുമ്പോൾ നമുക്ക് വേറെ ട്രെയിനിൽ കയറി പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ടൈം ഞങ്ങൾ റെയിൽ കാർഡ് എടുത്തപ്പോൾ എനിക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യം ഞാൻ 30+ ആയതുകൊണ്ട് ഞാൻ റെയിൽ കാർഡ് 30+ന്റെ എടുത്തു. ലണ്ടൻ അതായത് നെറ്റ്വർക്ക് റെയിൽസിൽ മാത്രം, ലണ്ടനിലാണ് നെറ്റ്വർക്ക് റെയിൽസ് ഉള്ളത്, അവിടെ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന റെയിൽ കാർഡ് ആയിപ്പോയി നമ്മൾ എടുത്തത്. അപ്പൊ അതുകൊണ്ട് ഒരു വർഷം മുഴുവൻ നമ്മൾ അതിന്റെ ഓൾമോസ്റ്റ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യേണ്ടതാണല്ലോ. അപ്പം പൈസ പോവുകയും ചെയ്തു. എന്നാൽ ഒറ്റ പ്രാവശ്യം പോലും ആ റെയിൽ കാർഡ് കൊണ്ട് നമുക്കൊരു ഉപയോഗം ഉണ്ടായിട്ടില്ല. അപ്പം റെയിൽ കാർഡ് പല വെറൈറ്റീസ് ഓഫ് റെയിൽ കാർഡ് ഉണ്ട്. അപ്പം അത് നോക്കി ശ്രദ്ധിച്ചെടുക്കണം. ഓക്കെ, പിന്നെ സത്യം പറഞ്ഞ സ്റ്റുഡൻസിന് ഈ റെയിൽ കാർഡ് എടുക്കണം, അല്ലെങ്കിൽ 26 to 30 ഈ റെയിൽ കാർഡ് എടുക്കണം. എന്തുകൊണ്ടും വളരെ നല്ലതാണ്. കാര്യം ഇപ്പൊ ഞാനിപ്പം ഷെഫീൽഡ് ടു ലണ്ടൻ പോവാണെങ്കിൽ 43 പൗണ്ട് ആണെങ്കിൽ ഈ റെയിൽ കാർഡ് ഉള്ളവർക്ക് വന്നത് ജസ്റ്റ് 32 മാക്സിമം, ഏകദേശം 10 പൗണ്ടിക്കും കുറവ് വന്നിട്ടുണ്ട്. ഒരു 5 to 10 മിക്ക ഇതിലും. അപ്പൊ തന്നെ ഒരു 10 യാത്ര പോകുമ്പോൾ തന്നെ ഏകദേശം 50-ന് മേളില് 50 to 100 പൗണ്ട് റേഞ്ചിൽ നമുക്ക് കാശ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ട്രെയിൻ ടിക്കറ്റ് എടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ അതൊരു സ്ക്രീൻ റെക്കോർഡിംഗ് ഉൾപ്പെടെ ചെയ്ത്. കാര്യം സിംഗിൾ ഉണ്ട്, അഡ്വാൻസ് സിംഗിൾ ഉണ്ട്, പിന്നെ ഓപ്പൺ റിട്ടേൺ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഓപ്പൺ റിട്ടേൺ എന്ന് പറയുമ്പോൾ നമുക്ക് റിട്ടേൺ എപ്പോൾ വേണേലും നടത്താം. പക്ഷെ ഇച്ചിരി റേറ്റ് കൂടുതലാണ്, പക്ഷെ നമുക്ക് ഫ്ലെക്സിബിൾ ആണ്. ഏത് ട്രെയിനിന് വേണേലും കയറാം, എപ്പോൾ വേണേലും റിട്ടേൺ വരാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. വേറെ ഒരാളുടെ റെയിൽ കാർഡ് വെച്ച് യാത്ര ചെയ്യുന്നത് അത് വളരെ നമ്മൾ വന്ന സമയത്തെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും പറയായിരുന്നു, അവന്റെ റെയിൽ കാർഡ്, അല്ലെങ്കിൽ ഇപ്പൊ ഗേൾസ് തന്നെയാണെങ്കിലും ഒരാൾ റെയിൽ കാർഡ് എടുത്തിട്ട് ആ റെയിൽ കാർഡ് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ യൂസ് കുറെ കൂട്ടുകാർ ചേർന്ന് എടുക്കും ഒരാളുടെ പേരിൽ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റെയിൽ കാർഡിൽ നമ്മുടെ ഫോട്ടോ അവർ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ആ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ റെയിൽ കാർഡിൽ കാണിക്കും. ഓൾമോസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസിൽ നമ്മളോട് ഒരു കണ്ടക്ടർ ടിക്കറ്റ് നമ്മൾ കാണിച്ച് കഴിയുമ്പോൾ അതിന്റെ ഓട്ടോമാറ്റിക്കലി അതിന്റെ മുകളിൽ റെയിൽ കാർഡ് ഉള്ള ടിക്കറ്റാണ് എഴുതി കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ അവർ പറയും റെയിൽ കാർഡും കൂടെ കാണിക്കാൻ. അപ്പം എങ്ങാനും നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അപ് ടു എനിക്ക് തോന്നുന്നു 1000 പൗണ്ട്സോ അതോ 100 പൗണ്ട്സോ അങ്ങനെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഫൈൻ അവർ ഈടാക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഓപ്പൺ ടിക്കറ്റ് എടുക്കുന്നതാണ് കാര്യം. ഇപ്പൊ നമ്മള് റിട്ടേൺ വരുമ്പോൾ നമ്മളിപ്പോ സപ്പോസ് ഞങ്ങൾ ലാസ്റ്റ് ടൈം BFS പോയി, നമ്മൾ 2 മണിക്കാണ് റിട്ടേൺ എടുത്തത്. പക്ഷെ ഞങ്ങളുടെ പരിപാടി 12:30 ആയപ്പോ തന്നെ കഴിഞ്ഞു. പക്ഷെ നമുക്ക് പിന്നെ ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതേസമയം നമ്മൾ ഓപ്പൺ എടുക്കുവായിരുന്നെങ്കിൽ നമുക്ക് ഒരു ടിക്കറ്റിന്റെ മേളിൽ ഒരു 4 പൗണ്ടാണ് നമുക്ക് എന്താ പറയണു എക്സ്ട്രാ ചാർജ് വന്നോളൂ. അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും എപ്പോ തീർന്നാലും, ഇനിയിപ്പോ നമുക്ക് 2 മണിക്ക് തീർന്നില്ലെങ്കിലും 2:30 ആണെങ്കിലും 3:30 ആണെങ്കിലും 4 മണിയുടെ ആണെങ്കിലും ട്രാവൽ ചെയ്താൽ മതി. നിങ്ങൾ യാത്ര ചെയ്യുന്നു ഉറപ്പുണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പെങ്കിലും നിങ്ങൾ ടിക്കറ്റ് എടുക്കണം. കാര്യം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഷെഫീൽഡ് ടു വാറിംഗ്ടൺ, വാറിംഗ്ടൺ ടു ഷെഫീൽഡ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഞാൻ എടുക്കുന്നത് 14 to 15 പൗണ്ട്. അതായത് 15 പൗണ്ടിനാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചുമ്മാ ഒന്ന് അടിച്ചു നോക്കുക. ഷെഫീൽഡ് ടു വാറിംഗ്ടൺ, വാറിംഗ്ടൺ ഷെഫീൽഡ് നോക്കുമ്പോൾ ഏകദേശം 30 to 45 പൗണ്ടിനുള്ളിലായിരിക്കും. അപ്പം ഒരാഴ്ച മുമ്പ് എടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം സേവ് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ വെറുതെ പറയണില്ല കേട്ടോ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കമന്റ് സെക്ഷൻ ഓപ്പൺ ആണ്, കമന്റ് ചെയ്യാം. ചിലവർക്ക് ഈ ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ തന്നെയുള്ള മടിയാണ്.
ഇന്ന് രാവിലെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തപ്പോൾ 3 മാസത്തേക്ക് സ്പോട്ടിഫൈ പ്രീമിയം ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അതായത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യണം, ഇല്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും. പക്ഷെ 3 മാസത്തേക്ക് ഫ്രീ സ്പോട്ടിഫൈ പ്രീമിയം വന്ന് കിടപ്പുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ എൻ്റെ ഫ്രണ്ടിന് ടിക്കറ്റ് എടുത്ത് കൊടുത്തപ്പോൾ ഏകദേശം 100 പൗണ്ടിന് മേളിലുള്ള ടിക്കറ്റാണ്. എനിക്ക് 28 പൗണ്ടാണ് ഓഫറായിട്ട് എൻ്റെ അക്കൗണ്ടിൽ വന്നത്. അതായത് അടുത്ത ടിക്കറ്റ് എടുക്കുമ്പോൾ 28 പൗണ്ട് ഓഫ്. അപ്പം ഇത് നമ്മൾ എന്തിനാണ് മറ്റുള്ളവർക്ക് കൊണ്ട് കൊടുക്കണം? ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ സ്ക്രീൻ റെക്കോർഡിങ് കണ്ടോട്ടോ. ഓക്കെ എന്നാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിഡേയ്സ് ആപ്പ്. അതിൽ നമ്മൾ ട്രെയിൻ ലൈനിൽ സെർച്ച് ചെയ്ത് റെയിൽ കാർഡ്സിന് 15% ഓഫ് കിട്ടും. അപ്പം ആ ട്രെയിൻ ലൈൻ ആപ്പിൽ തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ട്സിൻ്റെ അകത്ത് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഏത് റെയിൽ കാർഡാണോ ചൂസ് ചെയ്തത് ആ റെയിൽ കാർഡ് നമുക്കവിടെ ഡിസ്പ്ലേ ആയിട്ട് കാണിക്കും. ഇതാണ് നമുക്ക് പിന്നീട് 1 വർഷം മുഴുവൻ യൂസ് ചെയ്യാൻ പറ്റുന്ന റെയിൽ കാർഡ്. മച്ചാനെ, ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദത്തിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, റിക്വസ്റ്റ് ആണ്. അപ്പോൾ എനിവേ, ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ.